ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രധാന പ്രശ്നമാണ് കയ്പ്പ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കയ്പില്ലാത്ത സൂപ്പറായിട്ടുള്ള നാരങ്ങ അച്ചാർ കിട്ടും കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ വലിയ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് കേട്ടോ, വാടിയിട്ടൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിള വരുന്നത് വരെ ചൂടുവെള്ളത്തിൽ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാനിങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒരു സ്പൂണ് കൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡും നല്ലോണം ഒന്ന് ആ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് വാടണം. ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെടുത്ത് മാറ്റുന്നുണ്ടേ. അതിനുശേഷം നല്ലൊരു വൃത്തിയുള്ള ഒരു തുണിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തുടച്ച് മാറ്റണം. ആ വെള്ളമൊക്കെ ഒന്ന് പോകണം കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കുരു നമുക്ക് വേണ്ട, ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ കുരുവും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് സ്കിൻ പോർഷനും നമ്മൾ അത് എടുത്ത് മാറ്റണം. ഈ നാരങ്ങയുടെ ആ കുരുവാണ് നമുക്ക് ആ ഒരു കയ്പ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വൈറ്റ് സ്കിന്നും നമ്മളെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വളരെ കുഞ്ഞ്, അതായത് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് നീളത്തിന് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നാരങ്ങയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടുന്നതാണ് ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മളിത് 2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാരങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഇറങ്ങിച്ചെന്ന് നല്ല സെറ്റായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് വെളുത്തുള്ളി. ഞാനിവിടെ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 7-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഈ ഒരു വലിപ്പത്തിന് കായവും എടുത്തിട്ടുണ്ട്. കായവും ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പാൻ ഒന്ന് ചൂടാവുമ്പോൾ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നല്ലെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണയിൽ ഇടുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് സൂപ്പർ ടേസ്റ്റും അതുപോലെ തന്നെ ഒത്തിരി നാൾ കേടുകൂടാതെയും നിൽക്കുന്നത്. സോ നിങ്ങൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. കൂടെ തന്നെ ആഡ് ചെയ്യുന്നതാണ് ഉലുവാപ്പൊടി. ഞാനിവിടെ ഉലുവാപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ഉലുവയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ കായവും മുഴുവൻ ഉലുവയും കൂടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഞാനിവിടെ ഉലുവാപ്പൊടി ചേർത്തത് കൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല. നല്ലതുപോലെ ഇത് മൂത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കായൊക്കെ നല്ലതുപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ അച്ചാർ വെച്ചിട്ടുണ്ടോ? സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കായൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ നല്ലെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവേ. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളി നമ്മൾ നേരത്തെ നീളത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആവി തുടങ്ങണം കേട്ടോ. ആ സമയത്ത് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. രണ്ടും കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ. അതുവരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതുപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതും വേറൊരു പാനിലോട്ട് മാറ്റുന്നുണ്ടേ. ഇനി നമുക്ക് ആ ഓയിലിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടായാലും ചെയ്തോളൂ, അടിക്ക് പിടിക്കരുത്. അപ്പോൾ ഞാനിവിടെ 4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് എരിവുള്ള മുളക് പൊടി, സാധാ മുളക് പൊടി തന്നെയാണ് കേട്ടോ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ അടിക്ക് പിടിക്കാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുളക് പൊടി നാരങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അത് കണക്കിനായിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ നാരങ്ങയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് ശർക്കര പാനി. ഞാനൊരു ചെറിയൊരു പീസ് ശർക്കര കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒരു പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശർക്കര പാനിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു കയ്പ്പൊക്കെ മാറിക്കിട്ടാനാണ് കേട്ടോ. ശർക്കര പാനിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ നാരങ്ങയ്ക്ക് ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ ആ ഒരു കയ്പ്പൊക്കെ കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു പീസ് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് ഇടുന്നതും അല്ലാണ്ടിടുന്നതും രണ്ടും രണ്ടാട്ടോ. വറുത്തിടുമ്പോൾ നമ്മുടെ നാരങ്ങയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്യണം. കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കായക്കട്ട അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കായവും നല്ല ഗോൾഡൻ കളറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കായവും ഉലുവയും കൂടെ വേണമെങ്കിൽ മിക്സിയിൽ പൊടിച്ചും ആഡ് ചെയ്യാം. ഞാനിവിടെ പൊടിക്കുന്നില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടാണ്, കൈ കൊണ്ട് തന്നെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു കാര്യവും ഇല്ല. നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ തോടൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം വഴറ്റി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റോളം മതി കേട്ടോ. 5 മിനിറ്റ് നമുക്ക് ഫ്ലെയിമിൽ തന്നെ വെച്ചിക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ നാരങ്ങയുടെ തോടെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടെ തന്നെ ഉപ്പും കൂടെ ഒന്ന് നോക്കണം, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ആ സ്പൂണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ നല്ലതുപോലെ വെന്തത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് വേണ്ടുന്നത്. അവസാനമായി നമുക്ക് വേണ്ടുന്നതാണ് വിനാഗിരി. ഈ ഒരു അളവിലാണ് കേട്ടോ വിനാഗിരി എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മാത്രം മതിയാവും. വിനാഗിരിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ കൂടുതൽ തിളപ്പിക്കേണ്ട വിനാഗിരി ആഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഒട്ടും കയ്പില്ലാത്ത അച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.